ഇവിടെ എം ഡിയുടെ എഴുത്ത് ലോകം അല്ലെങ്കിൽ എം ഡിയുടെ ഫിക്ഷൻ ലോകം തീർത്തിട്ട് തിരക്കഥാ ലോകത്തേക്കോ സിനിമാ ലോകത്തേക്കോ വരാം എന്ന് പറഞ്ഞാൽ ബാഹുല്യം കാരണം അത് നടക്കില്ല. കാരണം രണ്ടിടത്തും ഒരുപാട് ഏറ്റവും ക്രിയേറ്റീവായ ഏറ്റവും എണ്ണം പറഞ്ഞ രചനകൾ അങ്ങനെ കിടക്കുകയാണ്. അവിടെ ഒരു വെളിച്ചപ്പാട്, ദൈവമായി ഉറഞ്ഞതുള്ളി, ഒരു ഗതിയും പരഗതിയും പിടിക്കാതെ ഗതികെട്ട് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വാളെടുത്ത് നെറ്റിയിൽ ആഞ്ഞു വെട്ടി വായിൽ ഉറഞ്ഞ ചോര ആ വിഗ്രഹത്തിന് നേരെ നീട്ടിത്തുപ്പുന്ന ആ സീനിൽ മലയാള സിനിമ അന്ന് ഞെട്ടിയതാണ്. ഡോക്ടർ എം എസ് ബിജു ആ ഞെട്ടൽ ഇതുവരെ മലയാള സിനിമയ്ക്ക് മാറിയിട്ടില്ല. അതിനു മുൻപോ അതിനുശേഷമോ അങ്ങനെ ഒരു തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല. അതിനുശേഷവും ഈ പറയുന്ന വടക്കൻ പാട്ടുകളിൽ ആരോമൽ ചേകവർ നായകനും ചന്തു കൊടിയ ചതിയനുമായ ചന്തുവിനെ നായകനാക്കി ആരോമൽ ചേകവരെ നേരെ തിരിച്ച്, അല്ലെങ്കിൽ ചന്തുവിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നിപ്പോഴും നമ്മുടെ കുട്ടികൾ പറഞ്ഞു നടക്കുന്നില്ലേ? ഡോക്ടർ എം എസ് ബിജു അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പോലെ തന്നെ ഈ തിരക്കഥകളും ഉറപ്പായും കാലാധിവർത്തിയായി നിൽക്കും എന്ന് ഒരു തിരക്കഥാ പഠനത്തിൻ്റെ അനുഭവത്തിൽ അങ്ങ് പറയില്ലേ ഡോക്ടർ എം എസ് ബിജു? തീർച്ചയായും കെ പി അപ്പൻ സാറ് പറഞ്ഞതുപോലെ സമയതീരത്തിൻ്റെ സംഗീതം നിലച്ചിരിക്കുന്നു. അർത്ഥഗർഭമായ മൗനത്തെ ഭേദിച്ചുകൊണ്ട് കാലത്തിൻ്റെ നിലയില്ലാ കയത്തിലേക്ക് എം ഡി മുങ്ങിപ്പോയിരിക്കുകയാണ്. മലയാളിയുടെ വൈകാരികമായ പ്രശ്നങ്ങൾക്ക് ഇത്രമ ഹൃദ്യമായ ഒരു ആവിഷ്കാരം നൽകിയ എഴുത്തുകാരനാണ് എം ഡി വാസുദേവൻ നായർ. അപ്പോൾ എം ഡി തിരക്കഥ എഴുതിയോടുകൂടിയാണ് തിരക്കഥാ സാഹിത്യത്തിന് ഒരു മാന്യമായ സ്ഥാനം ഉണ്ടായത്. അതുവരെ വാണിജ്യപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമ എം ഡി തിരക്കഥ എഴുതിയപ്പോൾ എം ഡിയുടെ തിരക്കഥ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. എം ഡി തിരക്കഥ എഴുതി കഴിഞ്ഞാൽ അത് സംവിധാനം ചെയ്യാൻ ഒരു സംവിധായകന് അധികം ബുദ്ധിമുട്ട് വേണ്ടി വരികയില്ല. അത്ര കൃത്യമായ രീതിയിൽ ഓരോ സീനും അതിൻ്റെ അംശങ്ങളുമൊക്കെ കൃത്യമായ രീതിയിലാണ് എം ഡി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പം മനുഷ്യൻ്റെ വൈകാരികമായ പ്രശ്നങ്ങളെ കൃത്യമായി ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. ഏത് പ്രശ്നം വന്നാലും ഇപ്പം മിത്തുകളെ എടുത്തു നോക്കിയാൽ ഇപ്പം നിർമാല്യമായാലും അല്ലെങ്കിൽ വടക്കം വീരഗാഥയായാലും പെരുന്തച്ഛനായാലും വൈശാലി ആയാലും ഏത് കഥ എടുത്തു നോക്കിയാലും മിത്തുകളുടെ പുനരാഖ്യാനത്തിലൂടെ സമകാലിക മനുഷ്യരുടെ ധർമ്മസങ്കടങ്ങൾക്ക് പൊരുത്തം നൽകാൻ എം ഡിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കഥാപാത്രം ഭീമനായാലും കടോൽക്കച്ചനായാലും അല്ലെങ്കിൽ പെരുന്തച്ഛനായാലും വൈശാലി ആയാലും ഇവർക്കൊക്കെ സമകാലിക മനുഷ്യരുടെ ധർമ്മസങ്കടങ്ങളുമായി പൊരുത്തം നൽകാനാണ് എം ഡി ശ്രമിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ടവൻ്റെയും വേദനിക്കുന്നവൻ്റെയും സ്നേഹം നിഷേധിക്കപ്പെട്ടവൻ്റെയൊക്കെ കഥയായി എം ഡി ഇവരുടെ കഥയെ മാറ്റിയെടുക്കുകയാണ്. മലയാളിക്കെന്നും ഇപ്പം വടക്കം വീരഗാഥ വായിക്കുമ്പോൾ വടക്കം പാട്ട് പാടി നടക്കുന്ന ആളുകളുണ്ട്, പാണന്മാർ പാടി നടക്കുന്ന പാട്ടുകളാണ്. അല്ലെങ്കിൽ നായകന്മാർക്ക് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ നിരന്തരം ചാർത്തി കൊടുക്കുകയും വില്ലന്മാർക്ക് കറുത്ത നിറത്തിൻ്റെ ചായം വീണ്ടും വീണ്ടും ചാർത്തി കൊടുക്കുകയും ചെയ്യപ്പോൾ ചന്തു എന്നുള്ള പേര് ചതിയൻ ചന്തു എന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയി. അപ്പോൾ എം ഡി വാസുദേവൻ നായർ ഈ വടക്കം പാട്ടിനെ സമഗ്രമായി വീക്ഷിക്കുകയും കൃത്യമായി പഠിക്കുകയും ചെയ്തപ്പോൾ വടക്കം പാട്ടിൽ എവിടെയാണ് ചന്തു ആരെയാണ് ചതിച്ചത് എന്ന് എം ഡിക്ക് മനസ്സിലായില്ല. എം ഡി ഈ വടക്കം പാട്ടുകളെ വായിച്ചു നോക്കിയപ്പോൾ ചന്തു എന്ന് പറയുന്ന കഥാപാത്രം ജീവിതത്തിൽ ഉടനീളം ചതിക്കപ്പെടുകയായിരുന്നു എന്ന് എം ഡിക്ക് ബോധ്യമായി. അപ്പോൾ ഈ വടക്കം പാട്ടിലെ ചില മൗനങ്ങൾക്കും അല്ലെങ്കിൽ പഴുതുകൾക്കും വ്യാഖ്യാനം നൽകിക്കൊണ്ട് യുക്തിയില്ലാത്ത ചില ഭാഗങ്ങൾക്ക് യുക്തി നൽകിക്കൊണ്ടാണ് എം ഡി ഈ തിരക്കഥയെ സമീപിച്ചത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ കാലാകാലങ്ങളിൽ ഉറച്ചുപോയ ചതിയൻ ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരു നിസ്സനും അല്ലെങ്കിൽ ആരുമില്ലാത്തവനും സ്നേഹം കൊതിക്കുന്നവനും പരിഗണന ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാക്കി എം ഡി മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ചന്തു ഇങ്ങനെയായിരുന്നു, ഇത്രയും കാലം നമ്മൾ ചന്തുവിനെ ഇങ്ങനെ അഭ്യസിച്ചു പോയല്ലോ എന്നൊരു കുറ്റബോധത്തോടു കൂടിയാണ് മലയാളികൾ ആ ഒരു വടക്കം വീരഗാഥ കണ്ടതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ പറയുക. വടക്കൻ വീരഗാഥയ്ക്ക് മുമ്പ് ഇതിന്റെ ആലോചനാ സമയം ഉണ്ടല്ലോ. ആലോചനാ സമയം എന്ന് പറഞ്ഞാൽ എം ഡി ബോധപൂർവ്വം തീരുമാനിക്കുകയാണ് ഈ പറയുന്ന ഈ ചിന്താധാര രൂഢമൂലമായിരിക്കുന്ന. അതിനു മുമ്പ് ഈ ചന്തു ചതിയനല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ആർദ്രതയുണ്ട്, ഒരു കരുണയുണ്ട് എന്ന് ആരും ചിന്തിക്കാത്ത സമയത്ത് ആ ചിന്തയെ നമുക്ക് പൊളിക്കണം. ആ ചിന്തയെ പാത്ത് ബ്രേക്ക് ചെയ്തതിനും ഇപ്പോൾ പറയപ്പെടുന്ന അതിൻ്റെ ഈ തിരക്കഥ കണ്ട് സംവിധായകനും അഭിനേതാക്കളും പോലും ചോദിച്ചു അത്രേ, ഇത് തീക്കളിയാണ്, വേണോ എം ഡി? വേണം. എന്താണ് ഈ ചന്തുവിനെ നിങ്ങൾക്കറിയാം, എൻ്റെ ചന്തുവിനെ നിങ്ങൾക്കറിയില്ല എന്ന് എം ഡി ആർജവത്തോടെ പറഞ്ഞു എന്നാണ്. അപ്പോൾ വല്ലാത്തൊരു ആർജവത്വവും വല്ലാത്തൊരു സാഹസികതയും ഒക്കെ അദ്ദേഹത്തിന്റെ എഴുത്തു ജീവിതത്തിൽ ഉടനീളം കണ്ടു നമ്മൾ. ഡോക്ടർ എം എസ് ബിജു ബിജു കേൾക്കാമോ?
അല്ല ഞാൻ ചോദിച്ചത് എത്തരത്തിൽ MD ആ ഒരു കഥയെ- അതുവരെ ഉണ്ടായിരുന്ന പറഞ്ഞോളൂ ഡോക്ടർ എം എസ് ബിജു, ഞാൻ ചോദിച്ചത് അതുവരെ ഉണ്ടായിരുന്ന അടിയുറച്ച് പാറ പോലെ നിന്ന ചിന്തയെ അത് പൊട്ടിച്ച് അവിടെ എം ഡിയുടെ ചന്തുവിനെ പ്ലേസ് ചെയ്ത് ആ ചന്തുവാണ് അല്ലെങ്കിൽ ചതിയനല്ല, ഈ ചന്തു ഒരു സാധുവാണ് എന്ന് അക്കാലത്തിന് ശേഷം ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ അതിന് ചെറിയ റേഞ്ച് പോരാ ഡോക്ടർ എം എസ് ബിജു. MD ഈ വടക്കംപാട്ടുകളെ സമഗ്രമായി പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായ ഒരു പഠനം നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം അത്തരം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ ഐതിഹ്യം എടുത്തു നോക്കിയാൽ, പെരുന്തച്ഛൻ്റെ കഥ എടുത്തു നോക്കിയാലും അദ്ദേഹം അതിൽ വായിച്ചു കഴിയുമ്പോൾ അതിൽ ചില മൗനങ്ങളും പഴുതുകളുമുണ്ട്, ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അത്തരം ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പെരുന്തച്ഛൻ്റെ കഥ എടുത്ത സമയത്ത് MD ചോദിക്കുന്നു, അല്ലേ, അച്ഛനും ഗുരുവുമായ ഒരാൾ തൊഴിലുണ്ടായ ഒരു കിടമത്സരം മൂലം ഒരു മകനെ ഒളിവീഴ്ത്തി കൊല്ലുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഐതിഹ്യം വായിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇത്തരം ഒരു കഥ മാത്രമല്ല, അല്ലെങ്കിൽ അച്ഛൻ അസൂയമൂത്ത് മകനെ കൊന്ന കഥ മാത്രമല്ല, മകൻ്റെ തരത്തിന് യോജിക്കാത്ത ഒരു പ്രണയകഥ കൂടി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വെച്ചാണ് അദ്ദേഹം പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു കഥയെ തിരക്കഥ സൃഷ്ടിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പെരുന്തച്ഛൻ്റെ മകൻ പെരുന്തച്ഛൻ ഉയർത്തിപ്പിടിച്ച ചില മൂല്യങ്ങളോട് അല്ലെങ്കിൽ ചില സിദ്ധാന്തങ്ങളോട് അദ്ദേഹം കലഹിക്കുകയുണ്ടായി. അപ്പം തലമുറകൾ തമ്മിലുള്ള വിടവ് എന്ന് പറയുന്ന സിദ്ധാന്തം, അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു തലം ഈ പെരുന്തച്ഛൻ എന്ന് പറയുന്ന സിനിമയിലുണ്ട്. അപ്പം ഈ മകനും അച്ഛനും തമ്മിലുള്ള ആ ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ അവസാനത്തിലാണ് മകൻ്റെ കഴുത്തിലേക്ക് ഉളി വീഴ്ത്താൻ പെരുന്തച്ഛൻ അല്ലെങ്കിൽ തുനിഞ്ഞത് എന്നാണ് MD പറയുന്നത്. അപ്പോൾ അതിന് തക്കതായ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും യുക്തിയില്ലാത്ത ഭാഗങ്ങൾക്ക് യുക്തി നൽകുകയും ഉത്തരമില്ലാത്ത ചില ഭാഗങ്ങൾക്ക് ഉത്തരം നൽകുകയുമാണ് MD ആ തിരക്കഥ രചിച്ചതെന്നുള്ളതാണ്. അതുപോലെ വൈശാലി എന്ന് പറയുന്ന തിരക്കഥ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ മഹാഭാരതത്തിൽ വൈശാലിയുടെ കഥ പറയുമ്പോൾ മഴ പെയ്യ്ക്കാൻ ഋഷ്യസിംഹൻ വന്നു എന്ന് പറയുന്ന ആ കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഋഷ്യസിംഹൻ മഴ പെയ്ച്ചു പോയതിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് MD അവിടെ ചിന്തിക്കുകയാണ്. ഈ ഋഷ്യസിംഹനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോയ ആ രാജദാസിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആ രാജദാസിയുടെ അനാഥത്വത്തിൻ്റെ നേർക്കാണ് MDയുടെ ശ്രദ്ധ പതിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ കഥാപാത്രങ്ങൾ മിത്തുകളുടെ പുനരാഖ്യാനം നടത്തുന്ന സമയത്ത് പോലും ഇത്തരം കഥാപാത്രങ്ങളിലൂടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങളുമായി കൂട്ടി യോജിപ്പിക്കാൻ MD ശ്രമിച്ചു എന്നുള്ളതാണ്.